ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ ചാമ്പൽ വാരിയിട്ട് ചായ ഇടണം. എൻ്റെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്. അപ്പം ഗ്യാസ് എടുക്കണവരേക്കും നമ്മൾ അടുപ്പിൽ തന്നെ ചായ ഇടണം. അപ്പോൾ നമുക്ക് ചാമ്പലൊക്കെ വാരിയിട്ട് അടുപ്പിൽ ചായ ഇടാമ്പം ശരി വായോ. എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. രാവിലെ നല്ല അടിപൊളി ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചാമ്പൽ വാരാൻ വേണ്ടിയിട്ട് പിന്നെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, പിള്ളേർക്ക് വെക്കേഷനൊക്കെ അല്ലേ. ഇന്ന് ചേട്ടന് പണിയില്ല. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഉറക്കം കഴിക്കണ്ടായിരുന്നു, വെളുപ്പിനെ എണീക്കണ്ടായിരുന്നു, ചോറൊന്ന് വയ്ക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി താമസിച്ചാണ് കഴിച്ചത്. 7 മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ എണീറ്റാൽ മതി. എല്ലാവരും താമസിച്ച് എണീക്കുള്ളൂ. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും താമസിച്ച് എണീക്കുള്ളൂ. പിന്നെ പാറവും സിദ്ധമൊന്നും ഉറക്കം എണീറ്റില്ല. അവർ ഉറക്കം എണീറ്റ്. ഇന്നത്തെ ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ടേ, ഇന്ന് ഈ മരച്ചിനീനെ ഇളക്കണം. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് അന്ന് വെച്ചിരുന്നതിൻ്റെ ചിക്കൻ എടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ കറിയും വെക്കണം. ഇന്ന് ചിക്കൻ കറിയും മരച്ചിനിയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ചെറിയൊരു വ്ളോഗായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, നമ്മളിങ്ങനെ ചാമ്പലെടുത്തിട്ട് ഒരിടത്ത് കൊണ്ടുപോയി കൂട്ടിയിടും കേട്ടോ. ആർക്കെങ്കിലും വാഴയ്ക്കിടാനോ എന്തിനെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. ഇവിടെ ഇഷ്ടംപോലെ കൃഷി സ്ഥലങ്ങളുണ്ടല്ലോ. വാഴ, പിന്നെ കടവലം, വെറ്റ, അങ്ങോട്ട് കാണാട്ടൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ട്. നമ്മളെവിടെ വീട്ടിൽ മാത്രം ഒരു കൃഷി ചെയ്യുന്നു. ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളൊക്കെ ഇഷ്ടമില്ലാത്തവരാരുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ എത്ര വെച്ച് പിടിച്ചാലും പിന്നെ അങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് വളർന്നു വരില്ല. കുറേയൊക്കെ നന്നായിട്ട് ഈ ചെമ്പരത്തി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നേരെ പൊടിച്ചു പോയി. ഇവിടുത്തെ മണ്ണ് കട്ടി കൂടുതലുള്ള മണ്ണാണ്. മഴ സമയത്ത് മാത്രം മണ്ണ് നല്ല പശുപശപ്പൊക്കെ നല്ല. പക്ഷെ വെയിൽ സമയമാകുമ്പോൾ മണ്ണ് കയറി അങ്ങ് ഭയങ്കര കട്ടിയാവും, കല്ല് പോലെയാവും മണ്ണ്. അപ്പോൾ നമ്മൾ ചാമ്പലെടുത്തിട്ടുണ്ട്. ഇതങ്ങ് പുറത്തോട്ട് കൊണ്ട് കളയണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ അങ്ങ് തൂക്കട്ടെ. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കണ്ട. ബോറടിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കാണണ്ട കേട്ടോ. അല്ലാത്തവർ കാണുക. നമ്മുടെ സാധാരണ ജീവിതമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത്. അപ്പം ആ ഒരു സംഭവം നിങ്ങളിലും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണം. ഏകദേശം 3 വർഷത്തോളം ആയി നമ്മൾ ഈ ചാനൽ കൊണ്ട് നടക്കണം. എനിക്കതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. നമുക്കപ്പം അടുപ്പിൽ തീ കത്തിക്കാം.
നമ്മൾ അടുപ്പിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഡെയിലി തീ കത്തിക്കുന്ന ഒരു സ്ഥലമാണ് ഈ അടുപ്പ്. എനിക്ക് ഈ ചോറൊക്കെ കുക്കറിൽ ഇട്ട് വെച്ച് കഴിക്കണത് ഇഷ്ടമേ അല്ല. അതൊരു വേറൊരു ടേസ്റ്റാണ്, അതെനിക്ക് പിടിക്കില്ല കേട്ടോ. ചിലർക്ക് ഈ അടുപ്പിലിട്ട് വെച്ച് ഭക്ഷണം ഇഷ്ടപ്പെടില്ല എന്ന് പറയും പോലെ എനിക്ക് കുക്കറിൽ ഇട്ട് വയ്ക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടത്തില്ല. ചായക്ക് വെള്ളം വയ്ക്കാൻ പോവാണേ. എല്ലാവർക്കും നല്ല ചൂട് ചായ കുടിക്കാൻ വായോ. ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതിന് തിളയ്ക്കട്ടെ. ഞാനിപ്പോൾ എൻ്റെ ഈ പൊട്ടിയ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര ലൂസാണ്, ലൂസാണ്. ഇതൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഇതിൻ്റെ പുറത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യണം. മറ്റേ ഇങ്ങനെ കയ്യിൽ പിടിക്കണ എണ്ണാൽ അതിൻ്റെ ഈ ക്ലിപ്പ് വെച്ച് പൊട്ടിപ്പോയി, ഇവിടെ വെച്ച് പൊട്ടിപ്പോയി. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പൊട്ടിപ്പോയാണ്. ഇത് വേറെ ഒരെണ്ണത്തിൻ്റെ സംഭവം എടുത്ത് ഇതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കണം. എന്നിട്ട് സെല്ലോ ടപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചായ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നത്തെ വിശേഷം, പിള്ളേർ ഉറക്കം എണീറ്റില്ല. ഇനി നമുക്കതാ ഇത് ചെയ്യണം. കൊച്ചിന് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. മരിച്ചിനി ചിക്കൻ ഇത് കറി വയ്ക്കണം. ഇതാണ് ഇന്നത്തെ ചോറ് വയ്ക്കണം. നമുക്ക് ഈ ചാമ്പലുണ്ട് കളഞ്ഞിട്ട് വരും. അതൊക്കെ തുറന്ന് ചാമ്പലുണ്ടാവും കുമ്പാരം പോലെ ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് ചാമ്പലിട്ടത് സ്ഥലം. ഇന്നലെ മാറ്റം വന്ന മടലും കളാഞ്ഞിലും കൊതുമ്പും ഒക്കെയാണ്. ഇതിൽ നമുക്ക് കുറച്ച് ചുള്ളി എടുക്കാൻ പോവാം. ചായക്ക് വയ്ക്കാം. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ അവിടെ വിശേഷങ്ങൾ? ആരും കമൻറ്റ് ചെയ്യണില്ല. ഞങ്ങളുടെ വീഡിയോ ഒന്നും ആരും കാണുന്നുമില്ല, ഷെയറും ചെയ്യണില്ല. എന്താണോ എന്തോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ചായയുടെ വെള്ളം ഇതാ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഈ ഫോണിന് ഓരോരുത്തർ വയ്ക്കട്ടെ. നമ്മൾ വെള്ളം കൂട്ടിയാണ് ചായ ഇടുന്നത്. മിക്കവാറും എൻ്റെ ഈ ചായപാത്രത്തിൻ്റെ പിടി ഇളകി പോകുന്നതുകൊണ്ട് ഈ സൈഡ് ഫുള്ള് ഈ തീ കൊണ്ടിട്ട് ഒരുമാതിരി ഉരുവി വന്നു. അപ്പം ഇത് തേയില തിളക്കട്ടെ, ഞാൻ പാല് പൊട്ടിച്ചെടുത്തിട്ട് വരാവേ. ഇതിനരിയാം നമുക്ക്. നല്ല വേണം മരിച്ചിനെന്നാണ് അമ്മ പറഞ്ഞത്. ഉപയോഗിച്ച് നോക്കാം. വേറെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞു. ഞാൻ ടെക്സ്റ്റൊക്കെ കിട്ടിയില്ല. സിദ്ധുവിന് ടെക്സ്റ്റൊക്കെ കിട്ടി, ട്യൂഷനും തുടങ്ങി. അവൻ ഇനി 9ാം ക്ലാസ്സിലല്ലേ, അപ്പോൾ അവന് ട്യൂഷനൊക്കെ തുടങ്ങി. പാർട്ടി ട്യൂഷന് പോകില്ല എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അവൾക്ക് ട്യൂഷന് പോകണ്ട, അവൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചോളും. അവൾ പഠിക്കും, നല്ല പഠിച്ചൊക്കെ ചെയ്യും, പഠിക്കില്ല എന്നല്ല. പക്ഷെ അവൾക്ക് ട്യൂഷന് പോയി മനസ്സിലാക്കണതിനെക്കാട്ടിലും അവൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ അവളെ ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവളെ വീട്ടിൽ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കട്ടെ, നമുക്ക് അത്രയും നല്ലത്. അങ്ങനെ
പിന്നെ നമ്മളെ വണ്ടി കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. വണ്ടി ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ വണ്ടി കംപ്ലൈൻറ്റ് ആയിരിക്കുന്നതുകൊണ്ട് എന്താവുമെന്നൊരു പിടിയില്ല. ബസ്സിൽ തന്നെ പോവേണ്ടി വരും അവർക്ക് സ്കൂളിൽ. അതിനെക്കുറിച്ച് ആണ് ഇനി അടുത്ത എൻ്റെ ടെൻഷൻ. ഇനി പാറിന് യൂണിഫോമിൻ്റെ തുണി എടുത്ത് യൂണിഫോം തയ്ക്കണം. തയ്ക്കാൻ പുറത്തൊന്നും ഞാൻ കൊടുക്കില്ല, ഞാൻ തന്നെ തയ്ക്കണത്. അത്യാവശ്യം തയ്യലൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ ചായ എന്തായാലും നോക്കട്ടെ. ഇടയ്ക്ക് ഇതേപോലെ ഒരു വേര് വന്നിരിക്കണോണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. 2 ദിവസം കൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ ഒരു വേദന. മിക്കവാറും ഇന്നലെ ആ മടലൊക്കെ പറക്കാൻ പോയില്ലേ, അതിൻ്റെതായിരിക്കും. പിന്നെ നിവൃത്തികേടുകൊണ്ട് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ചെയ്ത് ഈ മച്ചിനിക്ക് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടാ. എന്താണ് കാരണം എന്ന് വെച്ചാൽ മച്ചിന് ഇത്തിരി കട്ടി പോകും. ആ മച്ചിനി പോലെയല്ലേ മച്ചിന്, ഈ മച്ചിന് ഒരു വ്യത്യാസം. എന്നിട്ട് ആരും ഉറക്കം കഴിച്ചില്ല കേട്ടാ. ഇത് സൗണ്ട് കുറവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. എനിക്കിവിടെ നിന്ന് ബോറടിക്കും. രാവിലെ ആരും എണീക്കാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ എന്തെങ്കിലും ഒരു അസ്വസ്ഥത പുറത്തോട്ടും. പിന്നെ പുറത്തോട്ടൊന്നും പോയി ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഒന്നുകിൽ ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഇതേപോലെ അടുക്കളയിലൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. അപ്പം നമ്മുടെ 3 കഷ്ണം മരിച്ചിന്. ഇനി ഇത് കഴുകണം. ഇതുകൊണ്ടായി കാറാവേ. കഞ്ഞിക്കുള്ള വെള്ളം എടുക്കണം. എന്ത് പൊട്ടൊക്കെ ആയിട്ട് വെളുക്കും. നമ്മുടെ ചായ തിളച്ച് നമുക്ക് അരിയുണ്ട് കൊത്തി എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാലേ ഈ മരിച്ചിന് വേവുണ്ട്, നല്ല വെന്ത് കുഴഞ്ഞ് പായസം പോലെ ആയിപ്പോവും. അപ്പോൾ പിന്നെ അത് അരിഞ്ഞ് നമ്മൾ മെനക്കെടുണ്ടല്ലോ, അത് കൊത്തിയെടുത്തിട്ട് വേവിച്ച് കഴിഞ്ഞാലേ അതങ്ങ് വെന്തോളും. ഞാൻ നന്നായിട്ട് വേവണ മരിച്ചിന് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ കൊത്തി ഇട്ടിട്ട് അങ്ങ് വേവിച്ചിട്ട് നമ്മൾ തുടുപ്പ് കൊണ്ട് ഇടിച്ചിളക്കും. തുടുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളവിടെ തുടുപ്പെന്നൊക്കെയാണ് അതിനെ പറയണത്. ഇങ്ങനെ കാണിച്ച് ഈ സാധനം ഇത് വെച്ച് ഇടിച്ചെടുക്കും. നമുക്കിതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കഞ്ഞിക്ക് ഇട്ടിട്ട് നമുക്ക് നേരെ പിന്നെ ചായ കുടിക്കാൻ പോകാം. കഞ്ഞിക്കിട്ടിട്ട് ചായ കുടിക്കാൻ പോയാലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തിളയ്ക്കുകയും ചെയ്യും. തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അരി ഇടാം. അല്ലെങ്കിൽ ഇടയ്ക്ക് കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അരി ഇട്ടിട്ട് പോയാലും മതി. കാപ്പി ഉണ്ടാക്കണം. കാപ്പി അപ്പത്തിൻ്റെ മാവിരിക്കണം. അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. പക്ഷേ അത് എണീറ്റിട്ട് ഉണ്ടാക്കാം ചൂടോടെ. ഇപ്പോഴേ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി തണുത്ത് പോകും. അതുകൊണ്ടാണ്. തീരെ വലുതായിട്ട് കൊത്തണ്ട, ചെറുതായിട്ട് ഇത്ര ഉള്ള കഷ്ണമായിട്ട് കൊത്തിയിടാം. ആരോട്ട് എണീറ്റില്ല, അല്ലെങ്കിൽ അവളോട് സൗണ്ടെങ്കിലും കേൾക്കാമായിരുന്നു. ഇതിപ്പോൾ എൻ്റെ സൗണ്ട് മാത്രം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കണമെന്ന് അറിഞ്ഞൂടാ. അപ്പം ശരി, ഞാനിതൊക്കെ കൊത്തിയിട്ട് കഞ്ഞിക്ക് വിട്ടിട്ട് ചായ എടുക്കുമ്പോഴത്തേക്കിനും വരാം. അതോ ചായ എടുക്കണോ? നമ്മുടെ ചായ തിളച്ച്
കഞ്ഞി കൂടെ ഇടാം. കഞ്ഞി കേട്ടിട്ട് ഇതായി അപ്പം അതവിടെ ഇരുന്ന് വെള്ളമായിക്കോളും. ഇനി നമ്മൾ ആ മരിച്ചിന് വെള്ളം അരിഞ്ഞ് വയ്ക്കുമ്പോഴത്തേക്കിനും എന്താ വെള്ളം ചൂടാവുകയാണെങ്കിൽ നമുക്ക് അരി ഇട്ടിട്ട് പോയി ഒന്ന് ചായ കുടിക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ മരിച്ചിന്. ഇത്ര മതി. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. ഒരുപാട് മരിച്ചിനെയൊന്നും നമ്മൾ ആരും കഴിക്കില്ല. ഒരു നേരമൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ. ഒരുപാടൊന്നും ഉണ്ടാക്കിയാലും കഴിക്കില്ല. അതുകൊണ്ടാണ് കഞ്ഞിക്കും കൂടെ ഇട്ടത്. ചിലപ്പോൾ മരിച്ചിനെ കഴിച്ചില്ലെങ്കിൽ ചോറ് കൊടുക്കാമല്ലോ. ഇനി ചിക്കൻ വയ്ക്കണം. അത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതുകൊണ്ടാണ്. നമുക്കിത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. വെള്ളത്തിട്ട് അടച്ചു വയ്ക്കാം. ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കാം. അച്ഛൻ്റെ ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വയ്ക്കാം. എന്താണെന്ന് വെച്ചാലേ അല്ലെങ്കിൽ എല്ലാവർക്കുള്ളത് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇത് എനിക്ക്, ഇത് സിത്തുവിന്, ഇത് പാലുവിന്, ഇത് അവരച്ഛൻ. പിന്നെ വീണ്ടും ചൂടാക്കണം. അത് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇത് കണ്ടുപിടിക്കുന്നവർക്ക് കുറച്ച് ഇത് എൻ്റെ ചായ ഇങ്ങോട്ട് നീങ്ങിയിരിക്കട്ടെ. ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് പോയി ചായ കുടിക്കാം. ചായ കുടിക്കാൻ പോകണമെങ്കിൽ നമുക്ക് അരി എടുത്തിട്ട് പോകാം. അപ്പം അതവിടെ വരുമ്പോൾ അപ്പം നമുക്ക് അരി ഇടാവേ.
ഇട്ടിട്ടുണ്ട്. അരി ഇട്ടിട്ട് നമ്മളങ്ങനെ ഇളക്കി വിട്ടു. വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞു പോകുമ്പോഴേ അടുപ്പണഞ്ഞു പോകും. അങ്ങനെ ഇരുന്ന് ചോറാവട്ടെ, നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ ചായ അപ്പം നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ട്. പാൽ കവറിനെടുത്ത് മാറ്റണം. ചോറ് തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ചിക്കൻ വെള്ളത്തിലെടുത്ത് വെച്ചിങ്ങനെ 3 സവാള, കറിവേപ്പില, അതിലിടാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നമുക്ക് മരിച്ചിനി എടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മരിച്ചിന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പൊ നമ്മുടെ പാറൊട്ടി ഉറക്കഴിഞ്ഞിട്ട് വല്ല് തേച്ചിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. പാറമ്മേ വാ, ഗുഡ് മോർണിംഗ് പറ. ഉറക്കഴിച്ച് വല്ലൊക്കെ തേച്ച് എൻ്റെ പാറൊട്ടി വന്നിട്ടുണ്ട്. ചായ കുടിച്ചണ്ടേ. പാർട്ടിക്ക് ചായ കൊടുക്കണം. ചായ അമ്മ രാവിലെ എടുത്തോണ്ടൊന്ന് വെച്ച് കണ്ണാ. ഗ്ലാസ് മാത്രം എടുക്കണമെന്നുള്ളൂ. ചേട്ടൻ്റെ ഗ്ലാസ് അവിടെ ഇരിപ്പുണ്ട്. മക്കളെ ഗ്ലാസ് എന്ത് ചെയ്ത് എടുത്തോണ്ട് വെച്ചാ. ചായ കുടി, അമ്മ വരാം. അപ്പം നമ്മുടെ അച്ഛ കഴിച്ചാ. ഇതാ നമ്മൾ മരിച്ചിന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മളതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി കുറച്ചേ ഉള്ളൂ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പില കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 3 സവാള തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാ ഈ സംഭവം രംഭ അവളെ വെച്ചിട്ടുണ്ട്. ഇതാ തക്കാളി ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി പച്ചവളവ് നമ്മൾ പുറത്ത് പോയി പറിച്ചിട്ട് വരാം. പച്ചവളവ് ഇല്ല, അപ്പോൾ അത് പറിച്ചിട്ട് വരുന്നു. നമ്മളതിൽ പച്ചവളവ് കൊണ്ട് നല്ല വെയിലടിച്ച് വാടി നിൽക്കുന്നു. പച്ചവളവ് പറിച്ചിട്ട് വരട്ടെ. ഒരു മിനിറ്റ്, കൈ എത്തൂല. പച്ചവളവ് പറിച്ചിട്ട് വരട്ടെ. നീയേ മുള്ള് ചെടി ചവിട്ടാ, ഓടിക്കല്ലേ. വേലിക്കകത്തൂടെയൊക്കെ കയറി. ചെടി ചവിട്ടരുത്, തുളസി നിൽക്കണേ. ചവിട്ടരുത്, തുളസി ഇല്ലാത്തടത്ത് ചവിട്ട്. വെള്ളം ഒഴിക്കണം. ഇവിടുത്തെ വെയിൽ അസാധ്യ വെയിലാണ്. എന്തൊരു വെയിലാണെന്തോ. 3 പച്ചവളവും അല്ല, അതിലപ്പുറത്ത് നിൽക്കണം. അപ്പുറത്തെ തൈലും ഉണ്ട്. ഇതോ തൊട്ടടുത്തൊരു തൈ നിൽക്കണണ്ടാ. ആ ഓ നിൽക്കണം. നിൻ്റെ വിരലിരിക്കണടുത്ത് ഇനിയുണ്ട്. ഈ പച്ചവളവ് നമ്മൾ ഓൾറെഡി അവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് പറിക്കണ്ടാക്കളാ. അമ്മ ഫ്രിഡ്ജിൽ പറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുക്കാം. വേറെ ബാ, ഇത് ഇത്രയും മതി. ആ അത് തന്നെ, ഡപ്പയിൽ അടച്ച് വെച്ചിങ്ങനെ തന്നെ എടുക്കാം. ഇതാ ഫ്രിഡ്ജിനകത്ത് തലയിട്ടോ. ഓ ഇടിച്ച്. ഏറ്റവും ലാസ്റ്റ് നോക്ക്. എടുത്തിട്ട് കിട്ടിയാ. ഓയ് അതിലുള്ള ഇതെടുക്കാം. ഇത്ര മതി. പച്ചവളം അല്ലേ, 2 കൂടെ വേണമെങ്കിൽ ഇടാം. ഇത്രയും പച്ചവളം നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് അരിയാം.
ഇട്ട് ഇളക്കിയിട്ടുണ്ട്. വേവട്ടെ. അപ്പോൾ നമ്മൾ ചോറ് വടിച്ച് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചറിയുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ചിക്കൻ കറി വെച്ചു, മരിച്ചിന് വെച്ചു, പിന്നെ മരിച്ചിന് ചിക്കൻ കറി, ചോറ് ഒഴിച്ചു. കഴിഞ്ഞു ഒഴിച്ചോ. അയ്യോ എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഓ എല്ലാം തറ കളഞ്ഞു. ഇന്നലെ ഇവള് വിറവെടുക്കാൻ പോയിട്ട് ഇവിടെ കുട്ടി തന്നെ താഴെ കളഞ്ഞ പല്ലളായി തെറിച്ച ഇവിടെ കുത്തനെ താഴെ വീട്ടി. അതെ, താഴെ വീടുന്ന് ഉരഞ്ഞ് മുറിച്ചൊരു പരുവായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. പാറി ഓ ഇനി അങ്ങനെ പറഞ്ഞാലല്ലോ. നല്ല ഉണ്ടായിരുന്നല്ലേ. ഇവിടെ കാണിക്കെല്ലാം കാണിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചിനി, ചോറ്, ചിക്കൻ കറി, അതിന്റെ മണ്ടേന്ന് ആ കുഞ്ഞിന്റെ മണ്ടേന്ന് ചറവി ഞങ്ങ താഴെ വരെ പോയി. അമ്മ പറഞ്ഞ അതുവഴി പോയാലോ. അതുവഴി തന്നെ ഞാൻ പറഞ്ഞു 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞ് അതുവഴി പോവല്ലേ. അതേ വഴി പോയി ഓടും തല്ലി കറക്കി അടിച്ചു വീണു. ഞാൻ എന്തോ ഒരു സൗണ്ട് ആയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ഡുമ്മന ഇവളവിടെ ഇരിക്കുന്നു നേരെ. അങ്ങ് നിൽക്കായിരുന്നു ഞാൻ. അയ്യോ പിന്നെ ഇന്നലെ വീഴാൻ പോയി ഇല്ലേ? ഇന്നലെ വീഴാൻ പോയി. ചാക്ക് രണ്ടും കയ്യിലും പിടിച്ച് ഒരിടത്തും പിടിക്കാൻ ചാക്ക് ഉണ്ടായിരുന്നു കയ്യില്. ചാക്ക് അത് പറഞ്ഞല്ലേ. ചാക്കുണ്ടായിരുന്നു കയ്യില്. ചാക്ക് വെച്ചിരുന്നു ഇങ്ങനെ പറവയെ പോലെ. ഓ അത് ഞാൻ പറയാൻ മറന്നു. ചാക്ക് ഉണ്ടായിരുന്നു. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നലെയും വീഴാൻ പോയി. ഇന്നലെ ഒരു മലയാരം ഉണ്ടായി കയറിയിരിക്കുന്നു. അത് മെനഞ്ഞാണ് വീണത്. മെനഞ്ഞാണ് മല ഉണ്ടായത്. അത് വിറവ് നോക്കാൻ പോയത്. വീഡിയോ എടുത്ത് നമ്മൾ ഒരു കുന്നിന്റെ അണ്ട കയറിയുന്നത്. അപ്പം നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ്, ചിക്കൻ കറി, ഒഴിച്ചുകറി, മരിച്ചിനി എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ സിദ്ധുവും പാറുവും കൂടി കഴിക്കാൻ പോവുകയാണ്. അല്ലേ സിദ്ധുട്ടാ? കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ബൈ.